വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്നാണ്. ഇതെല്ലാം ഞാൻ ചുരുക്കാൻ ഒരുപാട് പറയാനുള്ളൊരു നേരമില്ല. ഇനി ഭക്ഷണം കഴിക്കാനുള്ള സമയം, നിങ്ങളൊക്കെ ആകെ നല്ല വിശന്നിരിക്കുന്ന സമയമായിരിക്കും. ഇതായാലും അള്ളാഹു മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു വിശാലമായ ഭാഗമാണ്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതൊരു തുടക്കം മുതൽ എന്തിനേറെ നമ്മുടെ സെക്ഷൽ ഇൻ്റർകോഴ്സ് പോലും അടങ്ങിയിട്ടുള്ള ഒരു പാക്കേജായി 2 ദിവസമെങ്കിലും അവതരിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു ഹദീസുണ്ട്, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നീ നിൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖത്തേക്ക് നോക്കിയാൽ, അവളും നിന്നിലേക്ക് നോക്കിയാൽ, ഒരു പ്രണയത്തോടെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയിരുന്നാൽ കാരുണ്യവാനായ റബ്ബ് നിങ്ങളിലേക്ക് നോക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവളുടെ കൈകളിൽ നീ ഒന്ന് ചേർത്ത് പിടിച്ചാൽ, ആ ചേർത്ത് പിടിച്ചൊരു ചുംബനം നൽകിയാൽ ആ വിരലുകൾക്കിടയിലൂടെ നിങ്ങളുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ നാഥനായ റബ്ബിൻ്റെ കാരുണ്യം ലഭിക്കാൻ കാരണമാകുന്ന മനോഹരമായ ജീവിതമാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. പരസ്പരം മനസ്സിലാക്കുക, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാക്കി ജീവിക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത് കണ്ട് നമ്മുടെ ജീവിതത്തിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതായാലും ഈ സഹറ എന്ന് പറയുന്നത് നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിമി ഉസ്താദ് നല്ല ദാഇയാണ്. അദ്ദേഹം ഒരുപാട് ദഅവത്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം നിങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യകളായി മാറി നന്നായി പഠിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ, ഇത് പഠിക്കുന്നതിൽ മാത്രം വലിയ കാര്യമൊന്നുമില്ല, ഇതൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുമ്പോഴാണ് നമ്മൾ വിജയികളിൽ ഉൾപ്പെടുക. ഇപ്പം നമ്മൾ കുറേ കല്യാണത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കേട്ടു, ഇതൊക്കെ ഉണ്ടല്ലേ, ചരിത്രമൊക്കെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പോകും. പക്ഷെ നമ്മുടെ ജീവിതം വരുമ്പോൾ പ്രശ്നം, ഏറ്റവും കൂടുതൽ തോറ്റുപോകുന്ന ആളുകൾ ആരാന്നറിയോ? കൗൺസിലിംഗ് നടത്തുന്ന ആളുകളാണ്. ഉള്ളത് പറയാമല്ലോ, അതിനർത്ഥം ഉസ്താദിനിട്ട് വെക്കരുത് കേട്ടോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാരണം എന്താ, പറഞ്ഞാൽ മാത്രം പോരാ, പറയുന്നവർ അല്ലെങ്കിൽ കേൾക്കുന്നവർ ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്നാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ ആ ജീവിതം മനോഹരമായി തീരും. അല്ലാഹു റബ്ബുൽ ആലമീൻ ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.